ഗോപാലകൃഷ്ണ, അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ. അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. രാംജിറാവു പറഞ്ഞ അതേ സ്ഥലത്ത്, അതേ കെട്ടിടത്തിന്റെ 4ാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ. അവിടെ 3ാമത്തെ നിലയിൽ കാത്തു നിൽക്കുന്ന രാംജിറാവുവിന് നമ്മൾ പണം കൊടുക്കുന്നു, അവളെ വാങ്ങിക്കുന്നു. അവളെയും കുട്ടി നേരെ 4ാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഓക്കെ? ഓക്കെ. ഹലോ മിടുക്കന്മാർ, എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ ഇവിടെ നിന്ന് കടത്തിയല്ലേ? അതെ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം. ശരി, ഞാൻ വരാം. നഗരാതിർത്തിയിൽ ആ കുന്നുംപുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 4ാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം. ചെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും. പക്ഷേ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പം ആയിരിക്കണം. അവരവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എന്താ ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്? നോ, ഇനി ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അവളില്ലാതെ നിങ്ങൾ അവിടുന്ന് പുറപ്പെടില്ല. പുറപ്പെടാൻ അവർ സമ്മതിക്കില്ല. ഹലോ ഹലോ, അതെ, ഒന്നും പറയണ്ട. ആദ്യം അവളെ വിളിക്ക. അവളെയും കൊണ്ട് ഉടനെ പുറപ്പെടണം. അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ആ രാംജിറാവു സ്പീക്കിംഗ് കിഡ്നാപ്പ്. അവള് ഞങ്ങളടുത്ത് തന്നെയുണ്ട്. പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം. പോരെ? പോരാ, അവളെയും കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്നാ നീയൊക്കെ കൊണ്ടുപോടാ അവളെ ഇവിടുന്ന്. മിണ്ടരുത്. ഇത് അവനും കൂടി അറിയിട്ടാ. മിണ്ടിപ്പോരുന്ന പറഞ്ഞത്. പ്ലീസ്, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആ, അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. രാംജിറാവു സ്പീക്കിംഗ്. അത് പറയാൻ വന്നപ്പോഴല്ലേ നീ വായ. അതെ, രാംജിറാവു തന്നെ തട്ടിക്കൊണ്ടുപോയി. ആ, ഇത് അവന് കൊടുക്കാനുള്ള പണമാണ്. ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം. പ്ലീസ്, സമയം പോകുന്നു. അതുകൊണ്ടാ. ബാലകൃഷ്ണ, മത്താച്ചേട്ടാ, നിക്കടാ അവിടെ. മര്യാദയ്ക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്തൊരു നാശമാണെന്ന് പറ. അവൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സർ, അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. സർ, സമയം പോകുന്നു. നിന്നോടാണ് പറഞ്ഞത് ഇരിക്കാൻ. മൂവ്. ഇതിനാണല്ലോ ഞാൻ നിനക്ക് എഴുതി വെച്ചത്. ഞാൻ എവിടെ ഇരിക്കണ്ടേ സാറേ? ഞാൻ എവിടെ ഇരിക്കുന്നു? ഇരിക്കടാ. സർ, സമയം പോകുന്നു. മിണ്ടരുത്. പന്നി. ഇരിക്കടാ. എനിക്ക് അനങ്ങരുത്. കടക്കടാ പുറത്ത്. കടക്കാൻ. എൽദോ, വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക? മിണ്ടാതിരി. കളിത്തോക്കാണാശനെ. കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ പന്തികളെ തന്നെ ആദ്യം അടിയടാ. അയ്യോ, പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതിക്കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാലം പിന്നാലെ വരണ്ടോ? എന്തോ അവളവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ. വേഗം പാടാ. ചെന്നവന്റെ കാലം തന്നെ എടുക്കേ. ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? ഒളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? ആ, മത്താച്ചേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടെ വരുമോ? ആ, വരും.
ഉദ്ദേശം എത്ര മണിക്കാ? ദേ മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ ഇയാളെ നോക്കിക്കോ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളെ നിർത്തിട്ട് പോണത്? ഞാനെന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ? എന്താടാ? എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി കുടി. ഓ cheers. ഇനി വേണം വരാം. നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ. നിന്നെ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ച നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പാ ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ ആ കൊമ്പൻ മീശക്കാരൻ എന്താ ദിങ്ങനെ നിൽക്കണേ? ചെന്നടിക്കണവരെ നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവനിങ്ങോട്ട് വിടറ. ചാടിച്ചവിട്ട്. അതെവിടുത്തെ പരിപാടി? നിന്നെ എന്നെ മറിച്ചിട്. ഇതെവിടുത്തെ മര്യാദ എന്താ? നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം? നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തം എനിക്ക് പുല്ലടാ. എന്റെ അടുത്ത നിന്റെ കളി. തലകൊണ്ടിരിക്കണ പരിപാടി. എടങ്കാല് വെച്ച് വീഴ്ത്തുവല്ലടാ പന്നി. നീ എന്നെ എടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ?